ടെസ്റ്റ് ഫോർ സ്റ്റോൺസിൽ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റാണ്. വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റോൺ എന്തുമാത്രം വാട്ടർ അബ്സോർബ് ചെയ്യുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണിത്. ഗുഡ് സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മോർ ദാൻ 5% വാട്ടർ അബ്സോർബ് ചെയ്യില്ല. മോർ ദാൻ 10% ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ സ്റ്റോണിനെ റിജക്റ്റ് ചെയ്യും. നമ്മൾ ഒരു ബിൽഡിംഗ് പർപ്പസിന് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ആ സ്റ്റോണിനെ എടുക്കാറില്ല. അടുത്തതായിട്ട് മൈക്രോസ്കോപ്പിക് ടെസ്റ്റ്. ടു ചെക്ക് ദ മൈക്രോസ്കോപ്പിക് വ്യൂസ്. മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റോണിലെ ചെറിയതായിട്ടുള്ള വ്യൂസ് കാണാനും എടുക്കാനും അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഫ്രീസിങ് എർ തോയിങ് ടെസ്റ്റ്. ഇത് നമ്മൾ നേരത്തെ ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് പറഞ്ഞതുപോലെ ഡ്യൂറബിലിറ്റി ഓഫ് വെതറിങ് എന്ന് പറഞ്ഞതുപോലെ ഫ്രീസിങ്ങിലൊക്കെ ആ സ്റ്റോൺ എന്തുമാത്രം ഡ്യൂറബിളാണ്, ആ വെതറിന് ഡ്യൂറബിളായിട്ട് ആ സ്റ്റോണിന് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഫ്രീസിങ് ഓർ തോയിങ് ടെസ്റ്റ് ചെയ്യുന്നത്.